ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും നീച്ച് വർക്കിനൊക്കെ പോയിണ്ടാവും. സമയം ഇപ്പം 10:05. അപ്പം എല്ലാവരും ചായയൊക്കെ കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. വിചാരിക്കുന്നതല്ല, കഴിച്ചിട്ടുണ്ടാവും. പിന്നെ വർക്കൊക്കെ ഇല്ലാത്തൊരു കുറച്ചും കൂടി ഉറങ്ങി നീക്കും. നമുക്കിന്ന് പത്തിരിയും മുട്ടക്കറിയായിരുന്നു. മുട്ടക്കറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ചായ അയച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഉച്ചയ്ക്ക് കുഞ്ഞി ചെമ്മീനാണ്. അത് നമ്മൾ മുളകിട്ട് കറി വയ്ക്കും. പിന്നെ ഒന്നുമില്ല, ഇന്നലത്തെ സാമ്പാറുണ്ട്, അതും വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി നമ്മൾ ചോറ് കഴിക്കും. പിന്നെ നമ്മൾ സീവാവയ്ക്ക് ആക്കല്ല, പിന്നെ അവന് വയറ്റിന്നും പോകുന്നതിന് ഛർദിക്കും, എന്തോ ഒരു ദഹനക്കുറവ്. അപ്പോൾ ഇപ്പോൾ രാവിലെ 10 മണിയാവാൻ കാത്തുന്ന എൻ്റെ മോൻ പോയി വിവരം പറഞ്ഞിട്ട് മരുന്ന് കൊണ്ടുവരാച്ച്. അപ്പോൾ ഡോക്ടർ ഇന്നാൾ കണ്ടതാണ്. അപ്പം ഈ വിവരം പറഞ്ഞ് മരുന്ന് കൊടുത്തോക്കട്ടെ. ഇനി ചിലപ്പം കൊണ്ട് ചെല്ലണമെന്ന് പറയുമെന്നറിയില്ല, അവൻ്റെ അവസ്ഥയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ ഒരുപോലെയൊക്കെ കഴുകി തുടച്ചൊക്കെ എത്തിക്കാണ്. 2 പ്രാവശ്യമായി കഴുകണം. അവന് കഴുകണമെന്നും ഇഷ്ടമല്ല, മഴയല്ലേ, തണുപ്പല്ലേ, അതുകൊണ്ടാണ്. അപ്പം കഴുകി തുടച്ച് തോർത്തി കഴിച്ചിരിക്കാം. മേലൊന്നും കഴുകിയില്ല കേട്ടോ, അവൻ്റെ വാലും തലയൊക്കെ കഴുകി, അത്ര തന്നെ. അപ്പം എനിക്ക് ഇന്നൊരു കുറച്ച് ദിവസമായി ഭയങ്കര ഒരു വിഷമമാണ് വാവയ്ക്ക് വയ്യാത്തതിനെ കൊണ്ട്. ഒരു കുഞ്ഞുങ്ങളുള്ളതിൻ്റെ ഒരു സമമാണ് ഇവർക്ക്. ഇവരായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വയ്യാതെ വന്നാലേ നമ്മളെ ഹാപ്പിനെസ്സൊക്കെ പോകും. നമ്മളെ മക്കൾ ചെറുതാകുമ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ ഹാപ്പി ആയിരിക്കും. അവരെ കളിയും ചിരിയും എല്ലാം കൂടി ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ അവർക്ക് വയ്യാതെ വന്നാൽ പിന്നെ കഴിഞ്ഞ് നമ്മളവസ്ഥ, അതുപോലൊരവസ്ഥയാണ്, ഒന്നും പറയണ്ട. ഇന്ന് ഉണ്ണേട്ടൻ്റെ പറയണം, നിൻ്റെ അടുത്ത് എത്തിപ്പെട്ട ആ നായ്ക്കുട്ടികളെ ഭാഗ്യമാണ്. അവനൊന്നുമില്ല, എനക്ക് എന്തിൻ്റെ കേടാ, അവനൊന്നുമില്ല എന്നുണ്ട് പറഞ്ഞ് ഷർട്ടിട്ട് ഇങ്ങനെ പണി. അവൻ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അവനെന്താ വയ്യായി ഉള്ളതെന്ന് എനിക്കല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറയും. അവനെന്തേ വയ്യായി ഉണ്ടോ എന്ന് നോക്കി നടന്നു. മൂപ്പരറിയണില്ല അവൻ ഛർദ്ദിക്കുന്നതും പിന്നെ എന്താ അവന് ലൂസ് മോഷൻ ഉണ്ട്. അപ്പം അതൊന്നും ഉണ്ണേട്ടനെ അറിയുന്നില്ല. ഉണ്ണേട്ടൻ ഒന്നും കാണുന്നില്ല, ഉണ്ണേട്ടനൊന്നും കാണിക്കൂല്ല. ഉണ്ണേട്ടന് അതൊക്കെ എന്ന് പറഞ്ഞാൽ നായ്ക്കുട്ടികളൊക്കെ ഇഷ്ടമല്ലേ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമല്ല. എന്താണ്, എല്ലാം ഒരു അറപ്പൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് പിന്നെ അതൊന്നുമില്ല. നമ്മളെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് അവർക്ക് വയ്യാതെ ആയുള്ള ആദ്യം വ്യാധിയൊക്കെയാണ്. നന്നായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ ഞാൻ നേരത്തിന് ഒരു 3-4 നേരമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദഹനക്കുറവുള്ളതുകൊണ്ടായിരിക്കും ഞാൻ നിർബന്ധിച്ച് വാരി കൊടുക്കുകയല്ലേ. അതാണ് ഡോക്ടർ പറഞ്ഞത്. എന്താ വെച്ചാൽ വയ്യായി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അറിയുക, നിങ്ങളിങ്ങനെ വാരി കൊടുത്താൽ അവർക്ക് വയ്യായി ഉള്ളിൽ വയ്യാന്നുള്ളത് അറിയണമെങ്കിൽ അവർ ഭക്ഷണം കഴിക്കില്ല. അതിലാണ് നമ്മൾ അവരെ വയ്യായി അറിയുക. അതറിയാനുള്ള വഴിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് കഴിയണം നിങ്ങൾ മാക്സിമം വാരി കൊടുക്കാതിരിക്കുക. അവർ വിശന്ന് കഴിഞ്ഞാൽ താനെ അവർക്ക് വേണമെങ്കിൽ അവർ കഴിക്കും എന്നൊക്കെയാ പറയുക. നമ്മൾ ഡെക്സ ബേബി കഴിക്കില്ല, ചോറ് മാത്രം അവന് വാരി കൊടുക്കണം. എന്തോ മീനാണെന്ന് ഒരു മീൻകാരൻ വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ ശല്യം ചെയ്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച്. അപ്പം അങ്ങനെ എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ പോയതാണ്. ഡോക്ടർ 10 മണിയാകുമ്പോൾ എത്തത്തുള്ളൂ. അപ്പം വെയിറ്റ് ചെയ്ത് നിന്നതാണ്. അവനുള്ളതിനെ കൊണ്ട് അവൻ്റെ ജീവനൊക്കെ അങ്ങനെ കിടക്കണം. അല്ലാണ്ട് ഞാനൊരാൾ എന്ത് ചെയ്യാനാണ്? ഉണ്ണിയേട്ടനെ വെച്ച് ഉണ്ണിയേട്ടൻ പാട്ടിന് പോയി എന്ത് ചെയ്താലും വേണ്ടിയില്ല. പിന്നെ ഞാൻ ഒരു ഓട്ടോക്കാരനെ വിളിക്കണം, ഓട്ടോയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് വേണം അവരെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ അടിക്കുക. അങ്ങനെയായിരുന്നു അവൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത്. ഞാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഇപ്പം ഉണ്ടാകുമ്പോൾ പിന്നെ ഞങ്ങൾ കാറിനും ഇട്ടിട്ട് കൊണ്ടുപോകും, പിന്നെ വണ്ടിമേൽ വെച്ച് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ്. സീനെ വണ്ടിമേലൊക്കെ വെച്ചുകൊണ്ടുപോകാം, ഡെക്സനെ ഒന്നും പറ്റില്ല. ഡെക്സ ചെറുതാറുണ്ട്, കാരണം തീരെ പൊരിഞ്ഞ് കളിക്കുമോ വണ്ടിമെന്നൊക്കെ. ദിവസം കഴിച്ച് ഒരു കുഴപ്പമില്ലാണ്ടൊക്കെ ഡെക്സയ്ക്ക് എൻ്റെ അമ്മ അത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്, ആ പണിയിലോട്ട് പോവാൻ.
അപ്പോൾ ടാറ്റ പറയില്ല, ബാക്കി വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഇനി ഞാൻ എന്താണ് പറയുക, നീ എൻ്റെ ജീവൻ്റെ സുൽത്താനല്ലേ, നിന്നോട് എനിക്കെന്നും മുഹബത്തല്ലേ, വർണ്ണങ്ങൾ വിരിയും നിൻ താഴ്വാരത്ത്. ഹലോ, അപ്പം നമ്മളെ ചോറിന് അരിയിട്ടോ, ചോറിന് അരിയിട്ട് സിയോവയ്ക്ക് മരുന്ന് കൊണ്ടുവന്ന് മോയെ. അപ്പം അവന് വെറും വയറ്റിലൊരു മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിരുന്നു. അത് കൊടുത്തെന്നാലും ഇനി മറ്റേത് കൊടുക്കണ്ട, നാളെ കൊടുക്കാം. പിന്നെ ഒരു ടോണിക്ക്. അപ്പോൾ നമ്മളിനി ഒരു പത്തിരി പിച്ചിട്ടിട്ട് നമുക്ക് കറിയൊന്നും കൊടുക്കണ്ട, അവന് ലൂസ് മോഷനാണ്. അപ്പം നമ്മൾ പഞ്ചസാരയൊന്നും കൊടുക്കാൻ പറ്റൂല എനിക്കറിയാം. എൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ തിന്ന് ശീലിച്ച് പോയതാണ്. ഒന്നും പറയണ്ട, അവൻ്റെ പാല് അവിടെ മൂടി വെച്ച പോലെ. അപ്പം നമുക്ക് ആ പാലൊന്നും ഒത്തിരി ഒഴിച്ചിട്ട് അധികം വെള്ളം പോലെ കുടിക്കൂല. ഗ്ലൂക്കോസൊക്കെ ഇട്ട് വെച്ചതാ പാലിൻ്റെ അകത്ത്. ഇതാ അവൻ്റെ ടോണിക്ക് 5 ml. ഇതാണ് സംഭവം. ഇത് കൊടുത്ത് ആദ്യം തേനെടുത്ത് വായയിൽ വെച്ച് കൊടുത്തിട്ടാണ് കുടിച്ചത്. ഇത് വെറും വയറ്റ് കുടിക്കാനുള്ളത്. ഇത് നമ്മളെടുത്ത് നാളെ തന്നത്. അങ്ങനെ ഈ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഗുളിക കൊടുക്കണം. നമ്മളിതിങ്ങനെ ഉടച്ചിട്ട് അവന് കൊടുക്കാം. അവന്താ ചീരയെ വയ്യുണ്ട് ഉണ്ണിക്ക്. ഇനി കുപ്പാപ്പം മാറ്റണ്ടേ, അമ്മൻ്റെ ഉണ്ണീൻ്റെ കുപ്പാപ്പം മാറ്റണ്ടേ? നോക്ക്, ഹായ് പറയും. നമ്മളെ ചോറ് അരി തിളക്കുണ്ടാവും. നമ്മൾ അരി നല്ലോണം തിളച്ച് ഇനി നമ്മളിതൊന്ന് മൂടി വെക്കും. നല്ല ഇളക്കി കൊടുത്താൽ മതി. ഇത് നമ്മൾ മൂടി വെച്ച് ദമ്മ് വെച്ച് ഒന്നുകൂടി തിളപ്പിച്ച് അങ്ങനെ ഓഫാക്കി. ഇനി നമുക്ക് സീവാവയ്ക്ക് ഫുഡ് വെക്കാം. എൻ്റെ ടെക്സാ ബേബി കിടക്കണുണ്ടോ? അവിടെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞ് കോപ്പയൊക്കെ കാലിയാണ്. അജ്ജ് 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 കളച്ചക്കന കളച്ചക്കന. നമുക്ക് രസം ചൂടുകളൊക്കെ പറഞ്ഞ്, ചൂടുകളാണ് അതിൽ പറഞ്ഞത്. നമ്മുടെ വാവൻ്റെ അവൻ്റെ ടൗസർ തന്നെയാണ്. ഇതാണ് ടൗസറൊന്നും ഇടല്. അതുകൊണ്ട് എൻ്റെ മുഖമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. പത്തിരി കഴിച്ച് കുപ്പായം മാറ്റി കൊടുക്കാം. എന്താ പൊന്നോ, എന്താ ചെയ്യണേ? എന്താ പൊന്നോ, എന്താ ചെയ്യണേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സീവാവൻ അങ്ങനെ നോക്കാം കേട്ടോ. ഞാനൊരു പണിയെടുക്കും, അതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് സീവാവൻ ഉണ്ടാക്കാൻ നോക്കും. അപ്പം നമ്മൾ രണ്ടാമത്തെ മരുന്നും കൊടുത്ത്, മൂന്നാമത്തെ മരുന്നും കൊടുത്ത്, ടോണിക്ക് കൊടുത്ത്, വെറും വയറ്റുള്ള മരുന്ന് കൊടുത്ത്, ഭക്ഷണം കഴിച്ചിട്ടുള്ള കൊടുത്ത്. ഇനി നമുക്ക് രാത്രി ടോണിക്ക് മാത്രമേ ഉള്ളൂ. സീവാവ കുഴപ്പമില്ല, അങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മളെ ചോറ് എന്തോ നോക്കാം. ടെക്സാ ബേബി സീവാവൻ്റെ പിന്നെ ഗ്ലൂക്കോസ് ഇട്ട പാല് കുടിച്ച്. ഞാൻ വയ്യായിട്ട് ഓനാണ് ഇതൊക്കെ കഴിച്ചു കൊടുക്കുന്നത്. മറ്റവന് കട്ടൻ ചായ കൊടുത്ത്, കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചോറ് ഇങ്ങനെ ചോറായല്ലോ. ചോറായി. നമ്മളെ ചെമ്മീനും മുളകിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുത്തിട്ടോ, കുറേ ചെമ്മീൻ്റെ ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതിൽ ഉള്ളിയൊക്കെ നല്ല വേവിച്ചിട്ട് കൊടുത്തിട്ട് അതങ്ങനെ ഒലിഞ്ഞിക്കണം. പക്ഷെ നമ്മൾ തക്കാളി ഇട്ടില്ല. തക്കാളി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് തിളക്കട്ടെ, ചോറ് വറക്കട്ടെ. നമ്മളെ ചെമ്മീൻ്റെ അകത്തുള്ള ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഈ ആളെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. ഇതാ. അപ്പം നമ്മൾ ഈ ചെമ്മീൻ നല്ല വെന്തതിന് ശേഷം ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. കളയാൻ തോന്നുന്നില്ല. ഇന്നലത്തെ സാമ്പാർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചാൽ ഇതൊന്ന് നമ്മൾ തിളപ്പിക്കും. അങ്ങനെ നമ്മൾ ചെമ്മീൻ തിളക്കണം. ഇനി ചെമ്മീൻ
അങ്ങനെ നമ്മളെ ചെമ്മീൻ കറി ഇത് പിടിച്ചോ. നമ്മളെ ചെമ്മീൻ കറിയിലേക്ക് കറിവേപ്പില അങ്ങോട്ട് ഓഫാക്കി ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കും. എന്നിട്ട് നമ്മൾ മൂടി വെക്കും. എന്നിട്ട് നമ്മൾ മൂടി വെക്കും. സെറ്റ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുപ്പൊക്കെ ക്ലീൻ ചെയ്തു, ചോറ് വാർത്തു, സാമ്പാർ വെച്ചു, സാമ്പാർ ചൂടാക്കി. ഇനി നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഉച്ചത്തെ വീഡിയോ ഇടാൻ പോവാണ് കേട്ടോ. ബൈ ബൈ. ഇങ്ങനെ നിക്കിമോൻ്റെ അമ്മ ഏതാ അവിടെ, എന്ത് പണിയിലാണെന്ന് അറിയില്ല. എന്ത് പണിയിലാടി? ഈനമോൾ ഒരു ഹായ് പറയേ. അവിടെ ഭയങ്കര പണിയില്ല, സീരിയലായിരിക്കും മൊബൈലിൽ, കോമഡിയാണ് കാണുന്നത്. അപ്പോൾ ഇത് അവിടെ ഒരു വിരുന്നുകാരൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല, ചെമ്മീനാണ്, ഞങ്ങൾക്ക് തന്നെ തയ്യൂല, കാക്കച്ചിക്കുണ്ട്. അപ്പോൾ നമ്മളെ അടക്കമുള്ള പണിയെല്ലാം കഴിഞ്ഞ് കൈക്കൽച്ചിയിലേക്ക് ഒലിപ്പിട്ട് ചോറ് വാർത്ത് വെച്ചതാണത്. അപ്പം കുഞ്ഞടക്കണം, അത്രയ്ക്ക് സൗകര്യമുള്ളൂ. ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ ലൈറ്റ് ഓഫ്. അങ്ങനെ എനിക്ക് ഡെക്സാ ബേബിനെ ഒന്ന് സുന്ദരനാക്കണം. ഡെക്സാ ബേബിക്ക് ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടോ, അവനെ ശ്രദ്ധിക്കാൻ ഇപ്പോൾ പറ്റില്ല. സിയുൻ്റെ വയ്യ തന്നെ ഞാൻ. അപ്പോൾ ഡെക്സാ ബേബിൻ്റെ കാലിനൊരു ചെറിയൊരു ചോപ്പ് നിറം, അപ്പോൾ അതിനൊരു മരുന്നൊക്കെ നമ്മൾ ഇത് തേച്ച് കൊടുക്കും. ഇവർക്ക് മരുന്നൊക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റോക്കാം. വാ വാ വാ, മരുന്നുണ്ടാ വരില്ല കേട്ടോ. കുട്ടീൻ്റെ കാലിൻ്റെ അവിടെയുള്ള ചോപ്പ് കളറൊന്ന് കാണിച്ചു കൊടുക്കും. വാ അമ്മ കാണിച്ചു തരാം. ഒന്നും ചെയ്തു തരൂല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം കേട്ടോ. നമ്മുടെ വാവ കാല് കാണിച്ചു കൊടുക്കുക നോട്ടെ. കേട്ടോ കുഴപ്പമൊന്നുമില്ല, തൊലി പോയതാണ്, എനിക്കൊരു എന്നിട്ട് പോയോ ഒന്നുമില്ലല്ലോ. കാലെപ്പോഴും നനഞ്ഞിട്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ മരുന്ന് അങ്ങോട്ട് പരത്തി കൊടുക്കും. എന്തിനാ ഒരു കുഴപ്പമുണ്ടാകാതെ വെച്ചിട്ടല്ല. നീ ഒന്ന് ഹായ് പറയോ. അപ്പം എൻ്റെ ഡെക്സാ ബേബീനെ നോക്കിയേ, അതാ ഞാൻ അടിച്ച ഷർട്ടൊക്കെ. അത് ഒരു ദിവസം ഞാൻ അടിച്ചത്, എൻ്റെ കുട്ടിക്ക് പറ്റൂല ഇപ്പം, പാകല്ലാണ്ടോ കോളറൊക്കെ വെച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ അടിച്ച ഷർട്ടാണ്. ഓക്കെ കുഞ്ഞാവില്ല, കുഞ്ഞ് 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 നടന്നോട് പൈക്കോ. ഈ എങ്ങോട്ടാ പോണേ, ഈ എങ്ങോട്ടാ പോണെന്നപ്പോ പോടാ പോ. എങ്ങോട്ടാ പോണേ? അതാണ്ടോ ഓൻ്റെ കേന്ദ്രം അകത്താ. ഓൻ ചെറുതിലൊക്കെ അവിടെ ഉണ്ടാവില്ലേ. അപ്പോൾ ഓൻ ഇപ്പോഴും അവിടെ ഒരു അമ്മേൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ഫീലാണ്. ഞങ്ങളെ റൂമിൻ്റെ കട്ടിൻ്റെ ചൂട് കണ്ടോടുന്നു. അയ്യോ അപ്പം ഞാൻ കുഴങ്ങി. എൻ്റെ വീട്ടിലെ ജോലിയും കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളെ ജോലിയും കഴിഞ്ഞ് ഞാൻ കുഴങ്ങി ഇതവിടെ നിലത്തിരിക്കുക. ഇനി ടാറ്റാ. തല പൊന്തിക്കുന്നുണ്ട്. പത്തിരിയോ തന്നിട്ട് ഒന്ന് തല പൊന്തിക്കണം. അതിൻ്റെ ഉന്മേഷ അപ്പുറം കിട്ടണം. നമുക്കൊരു സന്തോഷമാണ് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ. എത്ര നേരം കിടക്കുകയായിരുന്നു. ടാറ്റാ, ലവ് യു ഉമ്മ. ഹലോ ഗൈസ്, നമ്മൾ ചോറുന്നാൻ പോകുമ്പോൾ നമ്മൾ ഉണ്ണേട്ടം വന്നത് ഐ ശശിൻ്റെ ഏരിയ വന്നത്. ഒന്ന് നോക്കി ഹായ് പറയുന്നേട്ടാ. ഉണ്ണിയേട്ടനെ കണ്ടോന്നാവോ? കണ്ടില്ലല്ലേ. ആ മനുഷ്യനാണെങ്കിൽ വെറുതെ ആയി പായെന്നൊക്കെ പറയും. അപ്പം നമ്മൾ ഇന്ന് ചെമ്മീൻ ചാറും സാമ്പാറും എനിക്ക് മാത്രം ചുട്ട പപ്പടം. എന്താ പടക്കൊന്നും അടി രണ്ട് പപ്പടം കൊണ്ട്. അതെന്താടാ ഞാൻ പപ്പടം ചുടുമ്പോൾ ഞാൻ അമ്മനെ വിചാരിച്ചിരുന്നു. ഞാൻ
ഇവർ ചെറുതാകുമ്പോൾ ഞാൻ പപ്പടം കാച്ചി മുക്കി ചുടും. അപ്പോൾ ഇവർക്ക് ഈ ചുട്ടേന് വരും പപ്പടം കാച്ചിയതാണ് വെച്ചത്. എന്നിട്ടാണ് ഇപ്പോൾ 2 പപ്പടം എടുത്തുണ്ടായത്. പപ്പടം ഇല്ലാത്തതിനെ കൊണ്ടോ? പപ്പടം ഉണ്ട്. കാച്ചില്ല. ഇട്ട പപ്പടം വരയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ ഓണാക്കിയാൽ ഇങ്ങനെയൊക്കെയാണ് കുട്ടി പറയാം. ഓരോ അമ്മമാരെ ഹെൽപ്പ് ചെയ്യണ ആൺകുട്ടികളെ ഹെൽപ്പ് ചെയ്യണ അമ്മമാർ വീഡിയോയിൽ ഞാൻ എങ്ങനെയാ മുന്നേ യൂട്യൂബിൽ പിന്നെ ഒരു ഹായ് ബായ് എന്നൊക്കെ പറയും. ചങ്ക് കിടക്കണം. ആ വെള്ളം എനിക്ക് ചോറ് തിന്നതിൻ്റെ മുന്നേ ഇത്തിരി വെള്ളം ഇറക്കിയില്ലെങ്കിൽ ചങ്ക് തട്ടും. അപ്പം നമ്മളൊരു പിടിയിലൊരു ചെമ്മീനൊക്കെ വെച്ചിട്ടാണ് കഴിക്കണേ. ഒരു കഷ്ണം പപ്പടം. എൻ്റെ മോൻ നോക്കിയിട്ട് ആ പിടിക്കിൻ്റെ മോന് കൊതിൻ്റെ പിടി മുറിഞ്ഞ് വീണു. അപ്പം എപ്പോഴും എൻ്റെ പിടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതായിട്ട് വെറുതെ ഞാൻ അപ്പം അതൊരു പിടി എടുത്തോമായിട്ടൊന്നും വേണ്ടോണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പിടി അവൻ വാങ്ങിച്ച് തിന്നിട്ട് അപ്പോഴേക്ക് വീഡിയോ ഓഫായിപ്പോയി. അപ്പോൾ ഞാൻ അതൊക്കെ ഡിലീറ്റാക്കി രണ്ടാമത് ഓണാക്കിയതാണ്. അപ്പോൾ നമ്മൾ അമ്മായി ഇവിടുന്ന് ചോറ് കഴിക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞാൽ എൻ്റെ മോനെ ഞാൻ കാണിക്കില്ല കേട്ടോ, അടി ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ടാറ്റാ. എൻ്റെ വീഡിയോ ഇവിടെ നിർത്താൻ പോവാൻ.